ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കടൽ ക്ലൗഡ്. അപ്പോൾ 2025 എൻ്റെയും അമ്മയുടെയും ബർത്ത്ഡേ ദിവസത്തിൻ്റെ കുറച്ച് കാര്യങ്ങളും പ്രിപ്പറേഷനും അതൊക്കെ ചേർത്തിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ബൈ ദ വേ, നല്ല തൊണ്ടവേദനയും ജലദോഷവും ഒക്കെയാണ്, അതുകൊണ്ട് തന്നെ സൗണ്ടൊക്കെ നല്ലപോലെ മാറിയിട്ടുണ്ടാവും. നമ്മൾ ന്യൂ ഇയർ മേക്ക് ഓവറിന് വേണ്ടിയിട്ട് മുടിയൊക്കെ വെട്ടാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ദിവസമായിരുന്നു അമ്മയ്ക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാനായിട്ട് ഞാൻ ഒരു ഫോണും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പാലക്കാട് മൈജിയിലായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നോർമലി അമ്മ ഓപ്പോൻ്റെ ഫോണാണ് യൂസ് ചെയ്യാറുള്ളത്, പക്ഷേ ഓപ്പോൻ്റെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒന്നും കാണാനൊരു ഭംഗിയില്ല. അപ്പോൾ എൻ്റെ ബഡ്ജറ്റൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ഒരു സാംസങ് ഈ ഒരു ഫോണും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അത് മതി എന്ന് പറഞ്ഞു വാങ്ങി. പിന്നെ അവിടെ ഫ്യൂജി ഫിലിമിന്റെ ഈ ഒരു പോളറോയിഡ് ക്യാമറ ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിലുള്ള ക്യാമറ എവിടെന്നാന്ന് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി എൻ്റെ ഒരു അങ്കിൾ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. ഈ ഒരു ക്യാമറ നമുക്ക് ഓൺലൈനിലൊക്കെ കിട്ടും, അതല്ലാതെ മൈജിയിലും ഇപ്പം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഫോണൊക്കെ അവിടെ തന്നെ ഓപ്പൺ ചെയ്ത് നോക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഓപ്പൺ ചെയ്ത് സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കുക, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് ഞാൻ തന്നെ ഫോൺ തുറക്കണം എന്നൊക്കെ പറഞ്ഞ് തുറക്കാൻ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഒരു വരവ് കൂടെ വരേണ്ടി വരും. ഞാനിപ്പോൾ ചെയ്യുന്ന വോയിസ് ഓവറൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല. കാരണം ഞാനിപ്പോൾ മൂക്കുകൊണ്ട് സംസാരിക്കണ പോലെയാണ് സംസാരിക്കുന്നത്. എപ്പോഴും അങ്ങനെ വളവളവളാന്ന് പറയണ പോലെ ഇപ്പം എന്തോ സംസാരിക്കാനേ കിട്ടുന്നില്ല. എന്തായാലും നമ്മൾ ഫോണൊക്കെ വാങ്ങിച്ചിറങ്ങി. പിന്നെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ന്യൂ ഇയർ പ്രെപ്പ് വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാണ് ഞാൻ വാങ്ങിച്ച എയർപോഡ്സ്. വലിയ കുഴപ്പമൊന്നുമില്ല, തിരക്കേടില്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഡേ അമ്മയ്ക്ക് മുടി വെട്ടണം എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും പട്ടും കൂടെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പട്ടുവിനെ കൊണ്ടുവരണ്ട, പട്ടുവിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല പണിയായിരിക്കും നമ്മ ഒരു 10,000 വട്ടം എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ പട്ടു ഉണ്ടെങ്കിൽ ഒരു രസമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയതാണ്. പക്ഷെ അത്ര രസമൊന്നും ഉണ്ടായിരുന്നില്ല ഗൈസ്. വേറൊന്നുമല്ല, അമ്മ മുടി വെട്ടുക, ത്രെഡ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ആൾക്കാരിങ്ങനെ എന്തോ ചെയ്യുകയാണ്, അമ്മേനെന്തോ കൊല്ലാൻ നോക്കുകയാണെന്ന് പറഞ്ഞ പോലെ പട്ടുവിനൊരു മെൻറ്റാലിറ്റി വരും. അത് കണ്ടു കഴിയുമ്പോൾ ഭയങ്കര കരച്ചിലും വിളിച്ചിട്ടായിരിക്കും. അങ്ങനെ വീഡിയോ എടുക്കണം, ഇങ്ങനെ വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അമ്മയുടെ മുടി വെട്ടണ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഈ ഒരു മുടി വാഷ് ചെയ്യുന്ന ടൈമിൽ തന്നെ പട്ടു നല്ല കരച്ചിലായിരുന്നു. അപ്പം തന്നെ ഫ്രണ്ടിൽ കൊണ്ടുപോയി ഒരു പാട്ടൊക്കെ വെച്ച് അങ്ങോട്ട് ഇരുത്തി. പിന്നെ ഈ മുടി വെട്ടാൻ വേണ്ടി ഒന്ന് നോക്കാൻ വേണ്ടി ഇവിടെ വന്നതും പട്ടു വീണ്ടും കരച്ചിലായി, പിഴിച്ചിലായി. പിന്നെ അവിടെ കുറേ ക്രിസ്മസിൻ്റെ ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കൊണ്ടുപോയി കുറച്ച് നേരം കാണിച്ചു കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ വീണ്ടും തുടങ്ങി കരച്ചിൽ. ഇതൊക്കെ കഴിഞ്ഞ് അമ്മ മുടി വെട്ടി വന്നു കഴിഞ്ഞപ്പോൾ അമ്മയുടെ മുടി എങ്ങനെയാണ് വെട്ടിയെന്ന് പോലും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് നേരെ കല്യാണിലോട്ടാണ് പോയത്. വേറൊന്നുമല്ല, ബർത്ത്ഡേക്ക് ഡ്രസ്സ് വേണമല്ലോ. അപ്പോൾ നമ്മൾ എപ്പോഴും മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഒരു ഫ്രോക്ക് ഉണ്ടായിരുന്നു, അതിനുള്ള മെറ്റീരിയൽ ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ പാലക്കാടൊന്നും എന്തായാലും അങ്ങനത്തെ മെറ്റീരിയൽ കിട്ടുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പ്രതീക്ഷ പോലെ തന്നെ ഒന്നും കിട്ടുകയും ചെയ്തില്ല. ഒന്നും കിട്ടാതായി കഴിഞ്ഞപ്പോൾ ഉള്ളിൽ കുറച്ച് കുഴപ്പമില്ലാന്ന് തോന്നിയ ഒരു മെറ്റീരിയൽ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു റെഡ് കളറായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. മീൻസ് അതിൽ കുറച്ച് സെൽഫ് പാറ്റേൺ ഒക്കെ വരുന്നതായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ കിട്ടിയില്ല ഗൈസ്, എന്ത് ചെയ്യാനാണ്. പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, അമ്മയുടെ ചെരുപ്പ് പൊട്ടി. അപ്പോൾ ഏതെങ്കിലും ഒരു ചെരുപ്പ് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് വെറുതെ കയറി നോക്കിയതാണ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സ്റ്റുഡിയോയിൽ ചെരുപ്പൊക്കെ ഭയങ്കര അടിപൊളിയാട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മീൻസ് നമ്മളിപ്പോൾ സ്റ്റുഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കളിയാക്കലൊക്കെ ഉണ്ടാവുമല്ലോ, എവിടെ നോക്കിയാലും സ്റ്റുഡിയോ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എന്തോ അവരുടെ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ സ്റ്റുഡിയോയിൽ മാത്രമേ കിട്ടുള്ളൂ. ഒരു തവണ ഞാൻ സ്റ്റുഡിയോയിൽ ഒരു ചെരുപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു, 299 ഒരു ഫ്ലാറ്റ്സ്. സെയിം സാധനം ഞാൻ വെസ്റ്റ് സൈഡിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ക്വാളിറ്റിയൊക്കെ വ്യത്യാസം ഉണ്ടാവും, അഫ്കോഴ്സ്. അത് വെസ്റ്റ് സൈഡ് എപ്പോഴും ക്വാളിറ്റിയിലെ കാര്യമൊക്കെ ബെസ്റ്റ് ആണ്. പക്ഷെ അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 1299 ആയിരുന്നു. എന്തായാലും ഇവിടെ നിന്ന് ഞാൻ ഈ ഒരു വളയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ഡ്രസ്സിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. ആ ഒരു ദിവസം എന്താ പറ്റിയെന്ന് അറിയില്ല, എവിടെ തിരിഞ്ഞാലും ബ്ലോക്കായിരുന്നു. ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1/4 മണിക്കൂർ നമ്മൾ നിർത്തിയിടേണ്ട ബ്ലോക്കായിരുന്നു. ഞാനിങ്ങനെ താടിയിലൊക്കെ കൈ വെച്ച് ആലോചിക്കുന്നത്, ഇതിപ്പോൾ എവിടെന്നാ വണ്ടി വരാത്തത്, എവിടെന്നാ വണ്ടി പോകാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് കുറച്ച് പഴംപൊരി അതും ഇതൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. പട്ടു ഭയങ്കര കോമഡി ആയിരുന്നു. ഞാൻ പഴംപൊരി വായിൽ വെക്കാൻ വേണ്ടി പോകുമ്പോൾ അത് വായും വിളിച്ചിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടാവും. ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഒരു വകയ്ക്ക് വീടെത്തി. പിന്നെ നമ്മുടെ അടുത്ത ദിവസം ഡ്രസ്സും കേക്കും ഒക്കെ കൊടുക്കാൻ വേണ്ടി പോയതാണ്. ഇതാണ് അമ്മയുടെ കൂടെ വർക്ക് ചെയ്യുന്ന രേഷ്മാൻറ്റി. രേഷ്മാൻറ്റിയുടെ 2 മക്കളുണ്ട്. 2 മക്കളും നമ്മുടെ ചാനലിൽ ഭയങ്കര ഫാനാന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും പറയാറുണ്ട്. ആൻറ്റി ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ട് അനുങ്ങാണ്ട് ഇങ്ങനെ പോസ് വന്ന് നിൽക്കും. പിന്നെ നമ്മൾ കേക്കൊക്കെ ഓർഡർ കൊടുത്തു. കേക്ക് കൊടുത്ത കാര്യം ഒന്നും പറയണ്ട, ഏറ്റവും ലാസ്റ്റ് ഞാൻ എന്തൊക്കെ ഉണ്ടായി എന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. എന്നാലും കേക്കൊക്കെ കൊടുത്തിട്ട് അടുത്ത ദിവസം ഞാനും അജയും കൂടെ ബർത്ത്ഡേ ഷോപ്പിങ്ങിന് വേണ്ടി പാലക്കാട് പോയിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, നമ്മുടെ ഡെക്കറേഷനും അതും ഇതൊക്കെ ഉണ്ടല്ലോ, അതിനുള്ള സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്കൊരു റീൽ എടുക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. റീൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മറ്റേ എന്താണ് ഫീലിംഗ് 22 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം. അതിനുവേണ്ടി കുറച്ച് ക്യാൻഡിൽ വാങ്ങിക്കാം, അതൊക്കെയായിരുന്നു പ്രാഥമിക ഉദ്ദേശം. എനിക്കാണെങ്കിൽ വണ്ടി പോകുന്ന സമയത്ത് ചെരുപ്പിടാനാണ് ഭയങ്കര ഇഷ്ടം. പക്ഷെ പുറത്ത് പോകുമ്പോൾ നമ്മൾ ഷോ ഒക്കെ കാണിച്ച് ഷൂ ഒക്കെ ഇട്ടിട്ട് വേണം പോകാൻ. അപ്പോൾ നമ്മുടെ ഷൂ ഒക്കെ ഇട്ട് പിന്നെ ഞാൻ വണ്ടി നിർത്തിയത് ഭയങ്കര കോമഡി ആയിരുന്നു. മീൻസ് ഡോർ തുറക്കുമ്പോൾ മുട്ടും മുട്ടില്ല പറഞ്ഞിട്ട് നമ്മൾ ഈ സാറ്റിസ്ഫൈയിങ് വീഡിയോസ് എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ കാണാറില്ലേ,
അതുപോലെയായിരുന്നു. എന്തായാലും നമ്മൾ അവിടെ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച വേറെ കുറച്ച് സാധനങ്ങളൊന്നും കിട്ടിയില്ല. ആദ്യത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ 21, 22 എന്ന് പറയുന്ന ക്യാൻഡിൽ കിട്ടണം. അതായത് നമ്മൾ ഈ 1 എടുത്ത് മാറ്റി 2 എടുത്ത് കുത്തുന്ന പരിപാടി. പിന്നെ നമ്മൾ ഫോയിൽ ബലൂണൊക്കെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. 16 ഇഞ്ചിൻ്റെ ബലൂൺ ഉണ്ടായിരുന്നു. എനിക്ക് 30 ഇഞ്ചിൻ്റെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ ആ സാധനം ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആൻറ്റീനെ കൊണ്ട് അറ്റം വരെയുള്ള സാധനങ്ങളൊക്കെ വലിച്ചിടിപ്പിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും കിട്ടിയില്ല. എന്നിട്ട് ഞാൻ എജുമാർട്ടിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ 32 ഇഞ്ചിൻ്റെ ഉണ്ട് എന്ന് കണ്ടിട്ട് പറഞ്ഞു. പക്ഷേ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 32 ഇഞ്ചിൻ്റെ ഉണ്ട്, പക്ഷെ ഒറ്റ 2 ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് 2 വേണമല്ലോ. എന്തായാലും എജുമാർട്ടിലും പോകണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് എടുക്കാൻ നിന്നില്ല. കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ സ്റ്റിക്കർ സെക്ഷനിൽ നിന്ന് ഈ ഒരു സ്റ്റിക്കർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ കവായി ജേർണലിംഗ് ഒക്കെ ചെയ്യണ സമയത്തും പിന്നെ നമ്മൾ ജേർണൽ ബുക്കൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു ടൈമിലൊക്കെ ഒട്ടിക്കാൻ പറ്റിയ സ്റ്റിക്കേഴ്സ് ആയിരുന്നു, ആൽഫബറ്റ് സ്റ്റിക്കേഴ്സ്. ആ സംഭവമൊക്കെ എടുത്തു. പിന്നെ എനിക്ക് ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോൾ ലുലുവിൽ പോയി കഴിഞ്ഞാലും ഈ ഫ്രൂട്ട്സ് വാങ്ങിക്കാറുണ്ട്. വേറൊന്നുമല്ല, നമ്മളിത് പിന്നെ കട്ട് ചെയ്ത് നമ്മുടെ കയ്യിലിങ്ങനെ വെച്ച് തരുമ്പോൾ കഴിക്കാൻ ഭയങ്കര സുഖമൊക്കെ ആണല്ലോ. വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ തൊലി കളഞ്ഞ് ചെത്തി എല്ലാം കഴിക്കണമല്ലോ. പിന്നെ വിശക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നൊരു ചിക്കൻ ടിക്ക പഫ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ ഓർമ്മയുണ്ടോ ഗൈസ്, ഞാനൊരു ഷോർട്സ് ഇട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് എന്തോ പ്രിയാസോറോളോ അങ്ങനെ എന്തോ ചിക്കൻ ടിക്ക പ്ലേറ്റോ എന്തോ ഒരു സാധനം വാങ്ങിച്ചിട്ട് നല്ല പുളിച്ച ബണ്ണായിരുന്നു. അതിലാണെങ്കിൽ ചിക്കൻ എന്ന് പറയാനായിട്ട് 2 കഷ്ണം ചിക്കൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതോടുകൂടി ഇവിടെ നിന്ന് കഴിക്കുന്ന പരിപാടി അധികം നിർത്തിയതാണ്. പക്ഷെ എന്നാലും വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞ് കഴിച്ചതാണ്. വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ കിൻഡർ ജോയ് ഇപ്പോൾ കുറേ ആയിട്ട് നമ്മുടെ വീക്ക്നെസ് ആണല്ലോ. പക്ഷെ ആ ഹാരി പോട്ടറിൻ്റെ എഡിഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അജി എനിക്ക് സർപ്രൈസ് ആയിട്ട് 5 എണ്ണം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ ഒരു ടൈമിൽ അതൊന്നും അറിയില്ലായിരുന്നു. എന്തായാലും മുകളിൽ പിന്നെ ഫാഷൻ സ്റ്റോറിൽ പോയിട്ട് ചുമ്മാ ചെരുപ്പൊക്കെ നോക്കിയതാണ്. ദേ കിടക്കണോ ഈ ഒരു ക്യൂട്ടായിട്ടുള്ള വീട്ടിലിടുന്ന ചെരുപ്പ്. കുട്ടികളുടെ സെക്ഷനിൽ ക്രോക്സ് നല്ല രസമുണ്ടെന്ന് പറഞ്ഞിട്ട് നോക്കി നിന്നാണ്. പക്ഷേ എൻ്റെ സൈസിനെ പറ്റുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഇപ്പുറത്തെ സൈഡ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് വന്ന സമയത്താണ് ഈ ഒരു സാധനം കണ്ടത്. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം തന്നെ ഒന്നും നോക്കിയില്ല, ആ സാധനം വാങ്ങിച്ചു. പിന്നെ അവിടെ ഒരു മാറ്റ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ റൂമിലേക്ക് ഒരു മാറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു മാറ്റ് വാങ്ങിച്ചു. പിന്നെ ഈ ഒരു ഇലാമ ഭയങ്കര ക്യൂട്ടായിരുന്നു. പക്ഷേ അതിൻ്റെ പൈസ കണ്ടുകഴിഞ്ഞപ്പോൾ അത്ര ക്യൂട്ട്നെസ് ഒന്നും തോന്നിയില്ല. 3000 സംതിങ് ആയിരുന്നു ആ ഒരു ഇലാമയ്ക്ക് ഉണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മെക്ഡൊണാൾഡ്സിൽ പോയിട്ടോ ഗൈസ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും വിഷമമുള്ള ഒരു കാര്യമില്ല. ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു 2 ഡ്രിങ്ക്സ് ഓർഡർ ചെയ്തു, 2 ബർഗർ ഓർഡർ ചെയ്തു, ഒരു ലാർജ് ഫ്രൈസ് ഓർഡർ ചെയ്തു. ആ ലാർജ് ഫ്രൈസ് ഞങ്ങൾ കഴിച്ചില്ല. മീൻസ് വണ്ടിയിൽ പോകുമ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് 1-2 പീസ് അജി എടുത്ത് കഴിച്ചു. ഞാൻ ഒരു പീസ് പോലും കഴിച്ചില്ല, വണ്ടിയിൽ പോകുമ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ കൈയൊക്കെ കഴുകി തിരിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ ആ ഒരു ഫ്രൈസ് എടുക്കാൻ മറന്നുപോയി ഗൈസ്. അത് ഞാൻ ആലോചിച്ചത് എപ്പോഴാണ്? ഇന്നലെ ഞാൻ അജീനെ വിളിച്ചിട്ട് ചോദിച്ചതാണ്, ആ ഒരു ഫ്രൈസ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, നമ്മൾ എടുത്താന്ന് പറഞ്ഞ് ചോദിച്ചപ്പോഴാണ് ആ ഒരു ലാർജ് ഫ്രൈസ് അവിടെ തന്നെ വെച്ച് മറന്നിട്ട് വന്നു. എന്തായാലും എനിക്ക് എന്താണെന്നറിയില്ല, ഇപ്പോഴും അത് മനസ്സിൽ നിന്ന് കളയാൻ തോന്നുന്നില്ല. കാരണം ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമാണല്ലോ. അത് കാശ് കൊടുത്ത് വാങ്ങിച്ച് അവിടെ തന്നെ ചുമ്മാ വെച്ചിട്ട് വന്നു എന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ബെസമ്മം. പിന്നെ പുറത്തിറങ്ങി ആ സാധനത്തിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ചുമ്മാ എടുത്തു. പക്ഷെ നല്ല വീഡിയോസും ഫോട്ടോസും ഒന്നും കിട്ടിയില്ല. വേറൊന്നുമല്ല, നല്ല വെയിലായിരുന്നു. നല്ല വെയിലെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണ് തുറന്ന് നോക്കാനും പറ്റില്ല. മുഖമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പൊള്ളണ പോലത്തെ വെയിലുമായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ എജുമാർട്ടിലോട്ടാണ് പോയത്. മെയിൻ ഉദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാറ്റിൻ റിബൺ വാങ്ങിക്കാനായിരുന്നു. നമ്മുടെ കേക്കിൽ ഇങ്ങനെ ബോ വെക്കുമല്ലോ, ആ ഒരു കളർ. ഇഗ്നോർ ദ കോഴി ഗൈസ്. ഞാനിപ്പോൾ ഒരു 6 മണിക്കാണ് ഈ വോയിസ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ കോഴികൾ തലങ്ങും വിലങ്ങും നിന്ന് കൂവുന്നുണ്ട്. എന്തായാലും ഈ ഒരു ബോ വാങ്ങിക്കാൻ വേണ്ടി സാറ്റിൻ റിബൺ വാങ്ങിക്കാനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ഹുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാണാൻ നല്ല ക്യൂട്ടായിരുന്നു. 99 റുപ്പീസ് എന്തോ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കുറേ വാഷി ടേപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു പിങ്ക് കളർ വാഷി ടേപ്പ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എജുമാർട്ടിൽ പോയത് എന്തോ വളരെ നല്ലൊരു കാര്യമായ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു ദിവസത്തേക്ക് എനിക്ക് ഭയങ്കര ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു ഉണ്ടായിരുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേരെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണ്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന ടൈമിൽ എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് എന്തിങ്ങനെ നോക്കണത് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. പക്ഷേ ആക്ച്വലി അവർ നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെന്നോട് വന്നിട്ട് കടിൽ ക്ലൗഡ് അല്ലേ എന്ന് പറഞ്ഞ് ചോദിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും ഒരു ഹാപ്പിനെസ് കിട്ടുന്ന ഒരു കാര്യം എനിക്ക് വേറെ ഇല്ല. കാരണം നമ്മൾ നമ്മുടെ പേര് വെച്ചിട്ടല്ലാതെ നമ്മുടെ ഒരു ചാനൽ നെയിം വെച്ചിട്ട് ഒരാൾക്കാർ വന്നിട്ട് കടിൽ ക്ലൗഡ് അല്ലേ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഒരു പ്രൗഡ് ഫീൽ ആയിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് അവരങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മൈൻഡിൽ ആദ്യം വന്നത് അവർക്ക് എന്തെങ്കിലും ഒരു റിട്ടേൺ ഗിഫ്റ്റ് പോലെ കൊടുക്കണം എന്നായിരുന്നു. എൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ലവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിഫ്റ്റ് ഗിവിങ് ആണ്. മീൻസ് എനിക്ക് ഗിഫ്റ്റ്സ് ഓരോരുത്തർക്ക് കൊടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നായിരുന്നു മൈൻഡിലുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നിൽക്കുന്നതും പറ്റിയ സ്ഥലത്താണല്ലോ. എജുമാർട്ട് ഇഷ്ടം പോലെ സാധനങ്ങളും ഉണ്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു റെഡ് കളർ ഡയറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 2 എണ്ണമായിരുന്നു അവർക്ക് 2 പേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ചമ്മലൊക്കെ ആയിരുന്നു. മീൻസ് ചമ്മൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ആൾക്കാരോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനുള്ളൊരു കാര്യമാണ്.
അതുകൊണ്ടാണ് ഞാനിങ്ങനെ എന്നുള്ള രീതിയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. എന്തായാലും എനിക്ക് അവരെ കണ്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓരോ സാധനങ്ങൾ നോക്കുമ്പോൾ ഞാനിങ്ങനെ അജീനെ നോക്കിയിട്ട് ഇങ്ങനെ എന്നാലും എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുമായിരുന്നു. ഇവർ മാത്രമല്ല, എജുമാർട്ടിൽ ഓണറായിട്ടുള്ള ആ ഒരു അങ്കിളും നമ്മുടെ ചാനൽ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്തൊരു നല്ല കാര്യം പോലെയാണ് എനിക്ക് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് തോന്നാറുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ കമൻറ്റ്സ് ഒക്കെ വായിക്കുമ്പോൾ എനിക്കിങ്ങനെ നമ്മൾ കാരണം ഓരോ ആൾക്കാർക്ക് സന്തോഷം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കാരണം വേറൊരാൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടെന്ന് ആലോചിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഫീൽ ആണല്ലോ. പിന്നെ എനിക്ക് ഇത്രയും കാലം വായിച്ചതിൽ ഏറ്റവും കൂടുതൽ തങ്ങി നിന്നിട്ടുള്ള ഒരു കമൻറ്റ്, അതായത് ഒറ്റൊരു കമൻറ്റ് എന്നല്ല, ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം പേര് ലൈഫിൽ സ്ട്രെസ്സ് തോന്നുമ്പോഴോ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ എന്തെങ്കിലും സ്ട്രെസ്സ് തോന്നുമ്പോഴൊക്കെ വീഡിയോസ് കാണുമ്പോൾ ഭയങ്കര കാമിങ് ഫീൽ തോന്നും, ഒരു റിലാക്സേഷൻ തോന്നും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്കത് ഭയങ്കര വലിയൊരു കാര്യമാണ് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാനും ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് മറ്റുള്ളവരുടെ വീഡിയോസ് കണ്ടിട്ട് എനിക്കൊരു റിലാക്സേഷൻ ഫീലൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ വീഡിയോസ് കണ്ട് വേറൊരാൾക്ക് തോന്നുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിയലി ബിഗ് തിങ്. എന്തായാലും അങ്ങനെയൊക്കെ ഓരോരുത്തർക്കും തോന്നുന്നതിനൊക്കെ ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുള്ളാണ്. താങ്ക് യു സോ മച്ച് ഗൈസ്, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. ആ ഒരു ദിവസം രാത്രി മുതലാണ് എനിക്ക് വയ്യാതായി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി പനി വരുന്ന പോലെ തന്നെ ഉണ്ട്, അപ്പോൾ പനി വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ റാപ്പൊക്കെ ചെയ്ത് അങ്ങോട്ട് വെക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു എല്ലാം റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിഫ്റ്റ് റാപ്പ് ചെയ്യാനായിട്ട് സത്യം പറഞ്ഞാൽ അറിയില്ല. കുറേ നേരം എടുത്തിട്ടാണ് ഞാനിതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എപ്പോഴും ഞാൻ തന്നെ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. മീൻസ് നമ്മൾ ക്രാഫ്റ്റൊക്കെയാണല്ലോ മെയിനായിട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഭയങ്കര കോംപ്ലെക്സ് ആയിട്ടുള്ള ടഫായിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ കിട്ടും. പക്ഷെ നമ്മൾ ബേസിക്കായിട്ട് സിമ്പിളായിട്ട് ചെയ്യുന്നൊരു കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഫോർ എക്സാമ്പിൾ ചുമ്മാ ഒരു ഗിഫ്റ്റ് റാപ്പ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ ഭയങ്കര പാടുമാണ്. എല്ലാ കഴിവും ദൈവം എല്ലാവർക്കും കൊടുക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് ആശ്വസിക്കും. എന്തായാലും ഈ ഒരു ഗിഫ്റ്റ് റാപ്പൊക്കെ ഏകദേശം ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ എടുത്തിട്ടായിരുന്നു ഞാൻ ഇത്രയും വൃത്തിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇനിയാണ് നമ്മുടെ മെയിൻ ബർത്ത്ഡേ ഡേ. അപ്പോൾ ഇതാണ് എൻ്റെ ബർത്ത്ഡേ ഗേൾ, മൈ മദർ. ഞാനും ഒരു ബർത്ത്ഡേ ഗേൾ ആയിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ചുമ്മാ ഒരു ഗേളും കൂടെ ഉണ്ട്, പട്ടു. എനിക്കാണെങ്കിൽ ആ ഒരു ദിവസം തീരെ വയ്യായിരുന്നു, ഉച്ചയ്ക്കൊക്കെ ആയിരുന്നു എഴുന്നേറ്റുണ്ടായിരുന്നു തന്നെ. പിന്നെ ഇതാണ് വീട്ടിലെ പുതിയ പട്ടി കുക്കീനെ കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു 2 ആഴ്ചയൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ തലയിൽ എണ്ണ തേക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കറിയാം നല്ല പനിയുള്ള ദിവസം എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല എന്ന്, പക്ഷേ ബർത്ത്ഡേ ദിവസം കുളിക്കാമെന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായിട്ട് മാറ്റി വെച്ചതായിരുന്നു. കുറേ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കുളിക്കാതിരുന്നതല്ല, എന്നാലും ബർത്ത്ഡേ ദിവസം ഒന്നുകൂടെ കുളിക്കാമെന്ന് പറഞ്ഞിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ പിന്നെ വേറെ നിവർത്തിയൊന്നുമില്ല, കുളിക്കുക തന്നെ. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ക്ലീനിങ് പരിപാടി തുടങ്ങി. ഇവിടെ ആയിരുന്നു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ലീനിങ് ഒക്കെ ആയിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചു എന്തായാലും ഞാൻ തന്നെ ആയിരിക്കും എല്ലാ പരിപാടിയും ചെയ്യാം. മീൻസ് ഡെക്കറേഷനൊക്കെ എനിക്കാണ് അതൊക്കെ ചെയ്യാനായിട്ട് കുറച്ചുകൂടി ഇഷ്ടമുള്ളത്, ബാക്കി ആരും അങ്ങനെ ചെയ്യുമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ വയ്യാന്ന് പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പണിയും നടക്കില്ല. അപ്പോൾ പിന്നെ എഴുന്നേറ്റ് 4 പണിയൊക്കെ എടുത്ത് കഴിയുമ്പോൾ വയ്യായ്മയൊക്കെ താനെ മാറുന്നു വിചാരിച്ചു. എന്തായാലും വിചാരിച്ച പോലെ തന്നെ നടന്നു. ആ ഒരു ദിവസം എനിക്ക് വലിയ വയ്യായ്മ ഒന്നും ഉണ്ടായിരുന്നില്ല. അടുത്ത ദിവസം വയ്യാന്ന് പറഞ്ഞ് കിടന്നു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും വയ്യായ്മയായത്. എന്തായാലും ക്ലീനിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വലിയ സെറ്റി ആ ഒരു വോളിൽ മുട്ടിയ പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു വോള് പക്ഷേ എനിക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വേണമായിരുന്നു. അപ്പോൾ പിന്നെ ഈ സാധനം എടുത്ത് അപ്പുറത്തിട്ടു, അപ്പുറത്ത് കിടന്നൊക്കെ ഇപ്പുറത്തിട്ടു. അതൊക്കെയായിരുന്നു ക്ലീനിങ് പരിപാടികൾ. പിന്നെ പട്ടു വന്നു കഴിഞ്ഞപ്പോൾ പട്ടുവിന് എൻ്റെ ചെരുപ്പ് വേണം. പട്ടുവിന് ആ സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പട്ടുവിന് ഈ വലിയവരുടെ ചെരുപ്പൊക്കെ ഇട്ട് നടക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം അതൊക്കെ കണ്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കാര്യം പറയാനാണെങ്കിൽ എനിക്കിങ്ങനെ ക്ലീനൊക്കെ ചെയ്യുക, ഇങ്ങനത്തെ ഡെക്കറേഷനൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ആരും എന്നെ സഹായിച്ചില്ല എന്നുള്ള വിഷമമൊന്നും എനിക്ക് ഉണ്ടാവാറില്ല. അടുത്ത നമ്മുടെ പരിപാടിയാണ് ഗൈസ്, ഡ്രസ്സ് എടുക്കുക, കേക്ക് എടുക്കുക. ഡ്രസ്സ് ഞാൻ വിചാരിച്ച പോലെ വന്നില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഒരു പ്രത്യേക തരത്തിലുള്ള ഡ്രസ്സായിരുന്നു, വേറൊന്നുമല്ല. ഈ ഒരു ബോ മാത്രമേ കുളമായുള്ളൂ. കുളം ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിച്ചിങ്ങും ഡ്രസ്സും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മീൻസ് കളർ എന്നെ നല്ല രീതിയിൽ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആകെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോ ഞാൻ നല്ല വലിയ ബോ ആയിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബോ സ്റ്റിച്ച് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ചെറുതായിപ്പോൾ. ഇതേപോലെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്, ഫുള്ള് കവർ ചെയ്ത് നിൽക്കുന്ന പോലെ. പക്ഷേ എനിക്ക് അത്യാവശ്യം കുറച്ച് ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ അങ്കിൾ അവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഓൾട്ടർ ചെയ്ത് വാങ്ങാനായിട്ടും വേറെ നിവർത്തി ഉണ്ടായിരുന്നില്ല. പിന്നെ ഡെക്കറേഷനൊക്കെ ചെയ്യാനായിട്ട് റെഡ് ബലൂൺ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ റെഡ് ബലൂണൊക്കെ വാങ്ങിക്കാനായിട്ട് നമ്മൾ നേരെ ബ്യൂട്ടി പാലസിൽ പോയി. അവിടെ കുറേ സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻസ് ഈ ഒരു വളയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതേപോലത്തെ വളയൊന്നും ഇടാറില്ല, അത് വേറെ കാര്യം. പിന്നെ പട്ടുവിന് പറ്റുന്ന പോലത്തെ ഒരു വള കണ്ടിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ സൈസിലൊന്നും ഉണ്ടായിരുന്നില്ല, കുട്ടികളുടെ സൈസിലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കേക്കാണ് ഗായ്സ്, എനിക്കൊന്നും പറയാനില്ല. ഇപ്പം ഞാനൊരു കേക്ക് കാണിച്ചു തരാം. ഇതിൽ കാണുന്ന ആ ഒരു വയലറ്റ് കളർ കേക്കില്ലേ, അതാണ് എൻ്റെ കേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. കാരണം എൻ്റെ കേക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും.
എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാൻജോ കേക്കായിരുന്നു അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് മറന്നുപോയത്രേ. മറന്നു പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്ലിപ്പ് എന്തോ മിസ്സായി അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ വാൻജോ ഒക്കെ അവർ കറക്റ്റായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും എനിക്ക് ഭയങ്കര സങ്കടവും ദേഷ്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷത്തിലാകെ വരുന്ന ഒരേ ഒരു ബർത്ത്ഡേ ആണ്. നമുക്കത് പല പ്രതീക്ഷകളും ഉണ്ടാവുമല്ലോ, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. നമ്മുടെ കേക്കിൻ്റെ മൊത്തത്തിൽ മറക്കുക പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ എന്താ ഉദ്ദേശം എന്നൊക്കെ. ഞാൻ കേട്ടത് ഇത്, എനിക്ക് കൊടുത്തത് ഇത് എന്ന് പറഞ്ഞൊരു അവസ്ഥയായിരുന്നു. പിന്നെ എന്തോ ഭാഗ്യത്തിന് ആ ഒരു ബോ ഒക്കെ വെച്ച് വന്നു കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. വൈകുന്നേരമായിരുന്നു കേക്ക് വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. അവർ 5 മിനിറ്റ് കൊണ്ട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഒരു മണിക്കൂർ കൊണ്ടാണ് ഇത് വീണ്ടും ഡെക്കറേഷനൊക്കെ ചെയ്ത് ഇതൊക്കെ ആക്കി തന്നത്. പിന്നെ ഞാൻ ഈ ബോവും കൂടെ ഒട്ടിച്ച് കുളം ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് കേക്ക് മാത്രം വാങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണെന്നറിയില്ല, ഇപ്പോൾ വാങ്ങുന്ന കേക്കുകളൊക്കെ വളരെ മനോഹരമായ അവസ്ഥയിലാണ് എൻ്റെ കയ്യിൽ കിട്ടാറുള്ളത്. ഓർമ്മയുണ്ടോ നമ്മുടെ 100Kയുടെ കേക്ക്? എന്തായാലും എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും എല്ലാം ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി. അതുകൊണ്ട് ഒരു സന്തോഷമുണ്ട്. അമ്മയും അച്ഛനൊക്കെ ഈ ഒരു ടൈമിൽ പുറത്ത് പോയിരിക്കുകയായിരുന്നു. വേറൊന്നുമല്ല, എനിക്ക് തരാനുള്ള ഗിഫ്റ്റ് അവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പുറത്ത് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനും ഡാഡിയൊക്കെ കൂടെ നിന്നിട്ടായിരുന്നു ബാക്കി ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് അല്ലെങ്കിൽ തന്നെ ആരോഗ്യമില്ല. അതിൻ്റെ ഇടയിൽ ഈ ഒരു ഫോയിൽ ബലൂൺ ഊതി എനിക്ക് തല ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട്. പിന്നെ നമ്മുടെ ബലൂണൊക്കെ ഊതി വീർപ്പിച്ചു. എനിക്ക് 22 years ആയി ഗായ്സ്. കുറേ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 22, 18 or 19 ഏജ് ഉള്ള പോലെ ഉണ്ടെന്നൊക്കെ. നിങ്ങൾ 18, 19 എങ്കിലും പറയുന്നുണ്ട്. എന്നെ നേരിട്ട് കാണുന്ന ആൾക്കാരൊക്കെ 5ലോ 6ലോ ആണെന്നൊക്കെയാണ് വിചാരിച്ചെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് അവർ തമാശിക്കാറ്. എനിക്ക് പക്ഷെ അത്ര തമാശയൊന്നും തോന്നാറില്ല. പിന്നെ എൻ്റെ വായിന്ന് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ വായിക്കിട്ട് അടിക്കുന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ വായി തുറക്കാറില്ല. പിന്നെ ഈ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ രാത്രി 9 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു പോവോ, 4-ാം തീയതി കേക്ക് കട്ട് ചെയ്യുമോ എന്നൊക്കെ ആയിരുന്നു. എന്തായാലും വേഗം റെഡിയായി. എനിക്ക് പിന്നെ മേക്കപ്പ് ഒന്നും ചെയ്യാൻ അറിയാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എൻ്റെ മേക്കപ്പ് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക് ഇടുക, മസ്കാര ഇടുക, കഴിഞ്ഞു ഗൈസ്. വേറൊന്നുമല്ല, എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമൊക്കെയാണ്. പക്ഷേ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ അറിയില്ല. എൻ്റെ സ്കിൻ അതിനെ സഹകരിക്കില്ല. വേറൊന്നുമല്ല, എൻ്റെ സ്കിന്നിൽ എന്ത് സാധനം തേച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം ഫുള്ള് കുരുവായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും തേക്കാൻ നിൽക്കാറുമില്ല. പിന്നെ ചോട്ടി ചേച്ചി UK എന്ന് വരുന്ന ടൈമിൽ എനിക്കൊരു ലിക്വിഡ് ഐലൈനർ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഗ്ലിറ്റർ ലിക്വിഡ് ഐലൈനർ. അപ്പോൾ അതിങ്ങനെ ഇന്നോ കോർണറിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഇങ്ങനെ തിളങ്ങി നിൽക്കും. അപ്പോൾ ആ ഒരു സാധനവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്തില്ല, വേഗം എല്ലാ സാധനങ്ങളും വെച്ചു. ഈ പച്ച കളർ സാധനമാണ് അമ്മ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും എനിക്ക് 100% ഉറപ്പായിരുന്നു വാച്ച് തന്നെ കിട്ടുള്ളൂ. കാരണം എല്ലാ ടൈമും അമ്മ എനിക്ക് ഗിഫ്റ്റായിട്ട് തരാറുള്ളത് വാച്ച് തന്നെയാണ്. ആൻഡ് ഫൈനലി ഗൈസ്, ഞാനും എൻ്റെ അമ്മയും കൂടെ നിന്ന് കേക്കൊക്കെ കട്ട് ചെയ്തു. പോളങ്ങയും ചോട്ടി ചേച്ചിയൊക്കെ വീഡിയോ കോൾ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു സൈഡിൽ. ആൻഡ് അങ്ങനെ 2025 ഞങ്ങളുടെ ബർത്ത്ഡേ കഴിഞ്ഞു. 2025 തുടങ്ങിയേ ഉള്ളൂ, അപ്പോഴേക്കും എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു ഗൈസ്. ചില ടൈമിലൊക്കെ എനിക്ക് January 3 ബർത്ത്ഡേ ആയതിൽ ഭയങ്കര സന്തോഷമാണ്. ഒന്നാമത്തെ റീസൺ അമ്മയും ഞാനും സെയിം ഡേറ്റ് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ക്രിസ്മസ്, അത് കഴിഞ്ഞാൽ ന്യൂ ഇയർ, അത് കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ. പക്ഷെ എന്നാലും വർഷം തുടങ്ങുമ്പോൾ തന്നെ ബർത്ത്ഡേ തീരുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമം. പിന്നെ എല്ലാവരും ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ തന്നു. പട്ടു തന്നു, ഡാഡി അമ്മൂമ്മയും തന്നു, അച്ഛനും അമ്മയും തന്നു. പിന്നെ ഞാൻ കൊടുത്തു ഗൈസ് എൻ്റെ ഫോൺ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എൻ്റെ അമ്മയ്ക്ക് പിന്നെ വലിയ റിയാക്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട്. എനിക്കാണെങ്കിൽ ആ ഫോൺ വാങ്ങിയപ്പോൾ മുതൽ ഇത് കൊടുക്കാനായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ത്വരയായിരുന്നു. അയ്യോ കൊടുക്കുമ്പോൾ എന്തായിരിക്കും റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചോദിച്ചില്ലേ എന്താ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട്. ഇതാണ് റിയാക്ഷൻ, സാംസങ്. പിന്നെ പോളങ്ങയ്ക്ക് ഇത് കാണിച്ചു കൊടുത്തിട്ട് ഇത്രയും കാലം മക്കളെ നോക്കി ഇപ്പം മക്കൾ നമ്മളെ നോക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക തള്ള വൈബിലുള്ളൊരു ഡയലോഗ് അടിച്ചിട്ട് തീർത്തു ഗൈസ്. ഇത്രയേ ഉള്ളൂ എൻ്റെ അമ്മയുടെ റിയാക്ഷൻ. പിന്നെ വേറെ 2 ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മ വിചാരിച്ചു എന്തോ ഗിഫ്റ്റ് ആണെന്നൊക്കെ. പക്ഷെ അതിൻ്റെ അഡാപ്റ്ററും പിന്നെ ഒരു ഫോൺ കേസ് വരുന്നു. അപ്പോൾ ഇതതിൻ്റെ അഡാപ്റ്റർ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതതിൻ്റെ ഫോൺ കേസ് എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കണോ കരയണോ എന്നറിയാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ ഇപ്പോൾ എന്തായാലും അറിയാം അമ്മ റിയാക്ഷനൊന്നും ഇടില്ല എന്ന്, അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ആകെ ഒരു ബോണസ് എന്ന് പറയാനായിട്ട് ഒരു ഉമ്മ തന്നു. പട്ടു പിന്നെ ആരും ഉമ്മ വയ്ക്കുക എന്ന് പറഞ്ഞ് നടക്കുന്ന കുട്ടിയായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഗിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഡാഡിയുടെ അമ്മൂമ്മയുടെയും ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്നെയായിരുന്നു വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് എങ്ങനത്തെ സാധനമായിരിക്കും എന്നുള്ള ഒരു ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അതിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. ആദ്യം ഈ ഒരു ഡോണറ്റ് വേസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മോനെ മനസ്സിൽ ലഡ്ഡു പൊട്ടി എന്നുള്ളൊരവസ്ഥയായിരുന്നു. അപ്പോൾ എന്തൊക്കെ കിട്ടിയെന്നുള്ളത് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ ഇതൊക്കെയായിരുന്നു പട്ടുവിൻ്റെ ഗിഫ്റ്റ് ഉണ്ടായിരുന്നത്. ഇതും എനിക്ക് അറിയായിരുന്നു എന്തൊക്കെയായിരുന്നു ഗിഫ്റ്റ് എന്നുള്ളത്. പിന്നെ കുറേ റീൽസൊക്കെ എടുത്തു. മെയിൻ റീൽ അറിയാമല്ലോ, മറ്റേ എന്താണ് ഐ എം ഫീലിംഗ് 22 ആ റീൽ.
അതെടുക്കാൻ വേണ്ടിയിട്ട് കുറേ ടേക്ക് എടുത്തു. ഈ 2ഉം 1ഒക്കെ ഉരുകി പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു ഭാഗ്യത്തിന് ഒറ്റൊരു വീഡിയോ എടുത്തത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ 2ഒക്കെ ഉരുകി പോയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങാനും ആ ഒരു വീഡിയോ ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇരുന്ന് കരഞ്ഞിട്ടുണ്ടാവും. കാരണം ഞാൻ 22 വയസ്സാവാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഈ ഒരു റീൽ എടുക്കാനായിട്ട്. എന്തായാലും ഇതായിരുന്നു ഞാൻ വാങ്ങിക്കൊടുത്ത ഫോണ്. എൻ്റെ നെയിൽ പോളിഷായിട്ട് ഭയങ്കര മാച്ചായിരുന്നു. പിന്നെ അജി എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നത് ഈ ഒരു നെയിൽ പോളിഷ് UV ലൈറ്റ് ആയിരുന്നു. ചുരുക്കി പറയാനാണെങ്കിൽ നെയിൽ പോളിഷൊക്കെ അടിച്ചു കഴിയുമ്പോൾ നമ്മൾ UV ലൈറ്റ് വെച്ച് ഉണക്കില്ലേ, ആ ഒരു സംഭവം. പിന്നെ 5 കിൻഡർ ജോയും ഒരു മോയ്സ്ചറൈസറും വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു 2 സംഭവമാണ് പട്ടും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു മൈ മെലഡി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിങ്ങനെ രാത്രി ലൈറ്റൊക്കെ കത്തും. പിന്നെ അമ്മ തന്ന ഗിഫ്റ്റിൽ ഈ ഒരു ബർത്ത്ഡേ കപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സാധനം, ഇതിപ്പോൾ എല്ലാവരുടെയും ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ, നമ്മളിങ്ങനെ എഴുതാനൊക്കെ പറ്റുന്ന ഒരു റൈസ് ബോർഡ് പോലത്തെ സാധനം, ആ ഒരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ ഇതായിരുന്നു എനിക്ക് തന്നിട്ടുണ്ടായിരുന്ന വാച്ച്. പണ്ട് മുതലേ വാച്ചുകളോട് എനിക്ക് ഭയങ്കര ഒബ്സഷനാണ്. പിന്നെ ഈ ഒരു പ്ലഷി തന്നിട്ടുണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ ഗൈസ് എൻ്റെ 2025 ബർത്ത്ഡേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ ഗൈസ്.